പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമാകാൻ ഇനിയും കാത്തിരിക്കണം. മെഡിക്കൽ കോളേജിലെ കെട്ടിടങ്ങൾക്ക് ഫയർ NOC കിട്ടാൻ വൈകുന്നതാണ് കാരണം. പാലക്കാട് താലൂക്ക് വികസന സമിതിക്ക് മെഡിക്കൽ കോളേജ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സംസ്ഥാന പട്ടികജാതി വകുപ്പിന് കീഴിൽ ആരംഭിച്ച പാലക്കാട് മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സ ആരംഭിച്ചെങ്കിലും ഇപ്പോഴും ആശുപത്രി പൂർണ്ണ സജ്ജമായിട്ടില്ല. 7 വിഭാഗങ്ങളിൽ മാത്രമാണ് ചികിത്സയുള്ളത്. ട്രോമ കെയർ, എമർജൻസി മെഡിസിൻ തുടങ്ങിയ സൗകര്യങ്ങൾ ഇനിയും ആരംഭിച്ചിട്ടില്ല. കെട്ടിടങ്ങൾക്ക് ഫയർ NOC ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതാണ് ആശുപത്രി പൂർണ്ണ സജ്ജമാകാൻ തടസ്സമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പാലക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റിനുള്ള താൽപര്യക്കുറവാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. കാരണം നിർമ്മാണം തുടങ്ങി 9 വർഷം പൂർത്തിയാകുമ്പോഴും ഇന്നും ആ കെട്ടിടം കൈമാറാൻ വേണ്ടി കഴിയുന്നില്ല, അല്ലെങ്കിൽ സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. ഇതിലൂടെ പാലക്കാട്ടുകാർക്ക് അവരുടെ ജില്ലയിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ മികച്ച ചികിത്സ ലഭിക്കുക എന്ന അവരുടെ ഒരു അവകാശമാണ് ഇതിലൂടെ നിഷേധിക്കപ്പെടുന്നത്. ഇതിന് മറുപടി പറയേണ്ടത് പാലക്കാട് ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 2 മന്ത്രിമാരും അതോടൊപ്പം സംസ്ഥാന ഗവൺമെന്റുമാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപായാണ് മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സയുടെ ഉദ്ഘാടനം കഴിഞ്ഞത്. എന്നാൽ നാളിതുവരെയായിട്ടും ആശുപത്രി പൂർണ്ണ സജ്ജമാകാത്തത് പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ന്യൂസ് മലയാളം, പാലക്കാട്.